നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തൊട്ടാകെ ജില്ലാ തലത്തിൽ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് തൃശൂർ ജില്ലാ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രസിഡന്റ് ജോയ് ഡാനിയേൽ പ്രഖ്യാപിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും തമാശ ഓൺലൈൻ ചാനലുകാരാർക്കും വേണ്ട, ഇപ്പം മോശക്കാരാണ്. പക്ഷേ അവരെ ന്യൂസിന് വേണം, ന്യൂസ് മേടിക്കാൻ അവരെ വേണം എന്ന് ഇവരൊക്കെ നമ്മൾ തള്ളി പറയുന്നു. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതൊന്നും മാറ്റം നമുക്ക് വേണം. നമ്മളാണ് ന്യൂസ് ഉണ്ടാക്കുന്നത്, ന്യൂസ് ഓൺലൈൻ പ്രസ് ക്ലബിന്റെ ലക്ഷ്യങ്ങളെയും ഭാവി പരിപാടികളെയും കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി MMA റസാഖ് വിശദീകരിച്ചു. തൃശൂർ ജില്ലാ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി രാജശേഖരൻ കടമ്പാട്, സെക്രട്ടറി TK സനീഷ്, ട്രഷറർ ഷാജി PP എന്നിവരെ തിരഞ്ഞെടുത്തു. സുനിൽ തരകൻ, രാഹുൽ NC, പോൾസൺ വാഴപ്പള്ളി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ഡാൽവിൻ ജോൺസൺ, ബൈജു, വത്സലകുമാർ KV, AM ജെയ്സൺ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. ജുനൈദിനെ കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AT സ്റ്റെയിൻസ് പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്നു. തൃശൂർ ജില്ലയിലെ മെമ്പർമാർക്കുള്ള ID കാർഡ് വിതരണം ജൂലൈ മാസത്തിൽ തൃശൂരിൽ വെച്ച് നടക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇതോടൊപ്പം കോട്ടയം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ ഓൺലൈൻ പ്രസ് ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലഹരി മാഫിയയുടെ ലക്ഷ്യം നമ്മുടെ മക്കൾ. ഒന്നിച്ചു പോരാടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ പിടിമുറുക്കുന്ന പശ്ചാത്തലത്തിൽ മാതാപിതാക്കളും സമൂഹവും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് മിഠായി കവറുകളിലാക്കി കടത്താൻ ശ്രമിച്ച നിരോധിത ലഹരി ഉൽപ്പന്നമായ കൂൾ ലിപ്പ് ഓപ്പറേഷൻ തൂഫാൻ പിടികൂടിയ സംഭവം ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലഹരി മാഫിയക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അവർക്ക് ആവശ്യം നമ്മുടെ കുട്ടികളെ ഉപകരണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തിൽ സജീവമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ വളരെ സജീവമായി തന്നെ നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും തകർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. കാസർഗോഡ് നിങ്ങൾ കണ്ടില്ലേ? കാസർഗോഡ് മേലാപ്പറമ്പിൽ ഒരു മുട്ടായി ഫാക്ടറി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ടെത്തിയ മുട്ടായി ഫാക്ടറിയിൽ കുട്ടികൾക്ക് വേണ്ട മിഠായികൾ ഉണ്ടാക്കുകയാണ്. പുറം ലോകം അറിയുന്നത് ഇത് മിഠായി ഫാക്ടറി, പക്ഷെ അവിടെ ഉണ്ടാക്കുന്നത് ലഹരി നിറഞ്ഞ മുട്ടായികളാണ്. ഇവർ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ഇത്തരം മുട്ടായികളാണ്. ഇത് ലഹരി മുട്ടായിയാണ്. ഈ ലഹരി മുട്ടായി നമ്മുടെ കുട്ടികളെ എവിടെ എത്തിക്കുന്നു? ഇത് കേരള പോലീസ് ശക്തമായ നടപടികളിലൂടെ പിടിക്കുകയുണ്ടായി. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പിടിക്കണമെന്നുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും ശക്തമായ നിർദ്ദേശത്തിന്റെ ഫലമാണ് ഇതെല്ലാം. നമ്മുടെ അധ്യാപകർക്ക് ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. പക്ഷേ ഈ ലഹരി മാഫിയയുടെ നടുവൊടിക്കുന്ന പ്രവർത്തനങ്ങളുമായി തന്നെ പോലീസ് മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റിനെ പോലെ ആഞ്ഞടിക്കുകയാണ്. വിജയം കണ്ടേ ഞങ്ങൾ പിന്നോട്ട് പോകും. സാധാരണ മിഠായിയാണെന്ന് കരുതി കുട്ടികൾ ഇത് ഉപയോഗിക്കട്ടെ എന്ന ക്രൂരമായ ചിന്തയോടെയാണ് മാഫിയ ഇത്തരം കെണികൾ ഒരുക്കുന്നത്. ഈ ലഹരി മാഫിയയോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് നിങ്ങൾ ഇതുപോലെ കൊടുക്കുമോ? പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു തലമുറയെ ആകെ ഇരുട്ടിലാക്കി തള്ളിവിടുന്ന ഈ മാഫിയയുടെ വേററുക്കുക തന്നെയാണ് തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ലക്ഷ്യം. രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. ലഹരി വിപത്തിനെതിരെ മാതാപിതാക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലഹരിയുടെ ഭീതിയെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ മാതാപിതാക്കൾ കുട്ടികളോട് തയ്യാറാകണം. കാവലാളുകളായ പോലീസിനെ പൂർണ്ണമായും വിശ്വസിച്ച് അവർക്കൊപ്പം നിൽക്കാൻ സമൂഹത്തിന് കഴിയണം. ഇത്തരം കെണികളെ എങ്ങനെ തിരിച്ചറിയണമെന്നും അവയിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കണമെന്നും കുട്ടികളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ലഹരി വിപത്തിനെതിരെയുള്ള ഈ വലിയ പോരാട്ടത്തിൽ നാം ഏവരും ഒന്നിച്ചു നിൽക്കണമെന്നും ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ സന്ദേശം ശക്തിപ്പെടുത്തുന്നതിനായി
വിപുലമായ ബോധവൽക്കരണമാണ് സംഘടിപ്പിച്ചത്. SPC ഉൾപ്പെടെയുള്ള വിവിധ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സ്കൂൾ SPC യൂണിറ്റിന്റെയും SPG, JRC, വിമുക്തി, ലിറ്റിൽ ഗൈഡ്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി മതിലകം പോലീസ് സ്റ്റേഷൻ SI അജിത് കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉത്പാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും സ്കൂൾ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, ഹെഡ്മിസ്ട്രസ് അനീസ, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ്, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിലെ SPC DI സബീഷ്, സ്കൂൾ SBG കോർഡിനേറ്റർ ഉനൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിയുടെ ദോഷഫലങ്ങൾ സമൂഹത്തിന് മുന്നിൽ വ്യക്തമായി അവതരിപ്പിച്ച തിരുനാടകം പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ലഹരിക്കെതിരെ ജാഗ്രതയും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുകയെന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ പങ്കുവച്ചത്. നവോമി ഇനിയും ജീവിക്കും പലരിലൂടെ. വാഹനാപകടത്തിൽ മരിച്ച ഖോഖോ താരത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച യുവതിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. വടക്കാഞ്ചേരി പുല്ലാനിക്കോട് വാണിയം കിഴക്കേൽ വിൻസെന്റിന്റെ മകൾ നവോമി 23 വയസ്സ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. അവയവദാനത്തിനായി ബന്ധുക്കൾ സമ്മതപത്രം കൈമാറി. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എയർ ആംബുലൻസിൽ എത്തിക്കും. ഹൃദയമടക്കം നവോമിയുടെ 6 അവയവങ്ങൾ ദാനം ചെയ്യും. പിന്നെ അപകടമുണ്ടായ സമയം മുതൽ കൊട്ടാരക്കര വെച്ചാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ആ സമയം അറിയിച്ച ഘട്ടം മുതൽ ശ്രീ PC വിശ്വനാഥ് മിനിസ്റ്റർ അദ്ദേഹം ഇതിൻ്റെ കേസുകളുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയും കുട്ടിയുടെ പേരൻസ് അവയവദാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ആ കുടുംബം എടുത്തൊരു തീരുമാനമുണ്ട്. തങ്ങളുടെ മകളുടെ അവയവങ്ങളുടെ കുറച്ചധികം ജീവനുകൾ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വേഗത്തിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ. ഇപ്പോൾ കുട്ടിയുടെ പാരൻസായിട്ട് സംസാരിച്ചു. പിന്നെ അമ്മ അവിടെ തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ്, സഹോദരനും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിതാവ് ഇവിടെയുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹോസ്പിറ്റലുകൾ വന്ന് അതിൻ്റെതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൃദയം മാറ്റിവെക്കുന്ന ഹൃദയം ദാനം ചെയ്യുന്നൊരു കാര്യം കൂടി തീരുമാനിച്ചിരുന്നെങ്കിൽ കൂടി അത് സാധിക്കാതെ പോകുന്നൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. ലിസി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ വാൽവ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വരുന്നുണ്ട്. 6ഓളം ആളുകൾക്ക് ഒരു പുതുജീവൻ നൽകിയിട്ടാണ് നവോമി ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. നാളെ രാവിലെ 9 മണിയോടെ തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 25-ന് കൊട്ടാരക്കര വാളകത്ത് കാറും പാഴ്സൽ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നവോമി. 24-ന് രാത്രി അമ്മ ജിപ്സിയും സഹോദരൻ ജോയലും ചേർന്ന് തിരുവനന്തപുരത്തേക്ക് ജോലി ആവശ്യത്തിന് പോകുമ്പോഴാണ് പുലർച്ചെ 4 മണിയോടെ അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നവോമിയെ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടത്തിൽ അമ്മയ്ക്കും സഹോദരനും പരിക്കേറ്റിരുന്നു. ഖോഖോ താരമായിരുന്ന നവോമി രജീഷ വിജയൻ പ്രധാന വേഷത്തിലെത്തിയ ഖോഖോ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സൈക്കോളജിയിൽ PG ബിരുദം നേടി ആദ്യമായി കിട്ടിയ ജോലിക്കായി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പിതാവ് വിൻസെന്റ്, അമ്മ ജിപ്സി, സഹോദരങ്ങൾ ഏഞ്ചൽ, ജോയൽ.
അഞ്ജു ബോബി ജോർജിന്റെ 20 വർഷത്തെ റെക്കോർഡ് തകർത്ത് ലോങ് ജമ്പിൽ പുതിയ ചരിത്രവുമായി തൃശൂരിന്റെ ആൻസി സോജൻ. ഇന്ത്യൻ അത്ലറ്റിക്സിൽ പുതിയ ചരിത്രം കുറിച്ച തൃശൂരിന്റെ ലോങ് ജമ്പ് താരം ആൻസി സോജൻ ഇന്റർസ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 6.88 മീറ്റർ ചാടിയാണ് ആൻസി പുതിയ റെക്കോർഡ് കുറിച്ചത്. 2004 ഇതിഹാസ താരം അഞ്ജു ബേബി ജോർജ് സ്ഥാപിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡാണ് 20 വർഷങ്ങൾക്ക് ശേഷം ആൻസി പഴങ്കഥയാക്കിയത്. ഈ മിന്നും പ്രകടനത്തോടെ ആൻസി ഏഷ്യൻ ഗെയിംസിനുള്ള യോഗ്യതയും സ്വന്തമാക്കി. തൃശൂർ നാട്ടിക എടപ്പള്ളി സോജന്റെയും ജാൻസിയുടെയും മകളാണ് ആൻസി. മുംബൈ റിലയൻസ് ഫൗണ്ടേഷനിൽ കണ്ണൂർ സ്വദേശിയായ പ്രമുഖ കോച്ച് അനൂപ് ജോസഫിന് കീഴിലാണ് ആൻസി ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. ഏഷ്യൻ സാംബോ ജുജിത്സു ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തൃശൂർ കാട്ടൂർ സ്വദേശിയായ കായിക പ്രതിഭ തിരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടൂർ അൽബാബ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിയും കരയാമുട്ടം സ്വദേശിയുമായ VS മുഹമ്മദ് ഷിഫാനാണ് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ അഭിമാനമാകാൻ ഒരുങ്ങുന്നത്. 2026 ജൂലൈ 12 മുതൽ 17 വരെ കസാക്കിസ്ഥാനിൽ നടക്കുന്ന 3ാമത് യൂത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിലാണ് ഷിഫാൻ ഇന്ത്യൻ ടീമിനായി കളത്തിലിറങ്ങുക. വലപ്പാട് കരയാമുട്ടം സ്വദേശികളായ വലിയകത്ത് ഷജീബ് അനീഷ ദമ്പതികളുടെ മകനാണ് ഈ യുവതാരം. അതേ സ്കൂളിലെ മുഹമ്മദ് റിഫാൻ സഹോദരനാണ്. കുട്ടികളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് അൽബാബ് സെൻട്രൽ സ്കൂളും ഇൻസൈറ്റ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റി പ്രോഗ്രാമിലൂടെയാണ് ഷിഫാൻ ജുജിത്സു സാംബോ കായിക ഇനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. നാഷണൽ കോച്ചും തൃശൂർ ജില്ലാ ജുജിത്സു അസോസിയേഷൻ പ്രസിഡന്റുമായ RJ അൻവർ മരക്കാരുടെ കീഴിലാണ് ഷിഫാൻ അന്താരാഷ്ട്ര മത്സരത്തിനായുള്ള കഠിന പരിശീലനം പൂർത്തിയാക്കിയത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷമാണ് ഷിഫാൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത്. അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിനും സ്കൂളിനും അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ ഷിഫാന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും കൂട്ടുകാരും നാട്ടുകാരും. തെരുവ് നായശല്യം രൂക്ഷം. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് അവധി കൊടുത്തു. തെരുവ് നായശല്യം മുൻനിർത്തി വിദ്യാർത്ഥികളെ സുരക്ഷ ഉറപ്പാക്കാൻ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് തിങ്കളാഴ്ച അവധി നൽകി. സ്കൂൾ കോമ്പൗണ്ടിൽ തെരുവ് നായ പ്രസവിച്ചു കിടക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തുണ്ടായ വിഷബാധയുമാണ് അടിയന്തരമായി അവധി നൽകാൻ കാരണമായത്. ഞായറാഴ്ച വൈകിട്ട് സ്കൂൾ അധികൃതർ AEOയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത്. സ്കൂൾ പരിസരത്ത് തമ്പടിച്ചിരുന്ന നായയെ മാറ്റാൻ പട്ടിപ്പിടുത്തക്കാർക്ക് സാധിച്ചില്ല. കുഞ്ഞുങ്ങളുള്ളതിനാൽ പട്ടി അക്രമാസക്തമാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണ് പ്രതിരോധ നടപടിയെന്നോണം സ്കൂളിന് അവധി നൽകിയത്. കഴിഞ്ഞ ജൂൺ 23-ന് ഇതേ സ്കൂളിലേക്ക് സൈക്കിളിൽ വരികയായിരുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി അമർജിത്തിന് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. ഇതിനു പുറമെ പ്രദേശവാസികളായ മറ്റ് 2 പേർക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ നായകൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് പ്രദേശത്ത് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിലും പരിസരത്തും തമ്പടിച്ചിരിക്കുന്ന നായ്ക്കളെ ഇന്ന് തന്നെ പിടികൂടി നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക പൂർണ്ണമായി പരിഹരിക്കുമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ദേശീയപാതയിൽ ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം. റോഡിൽ ഡീസൽ പരന്നൊഴുകി. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ ഡീസൽ ടാങ്കർ മറിഞ്ഞ് അപകടത്തിൽ ടാങ്കർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. അപകടത്തെ തുടർന്ന് ടാങ്കറിൽ നിന്ന് ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകിയത് നേരിയ പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം ദേശീയപാതയിലാണ് നിയന്ത്രണം വിട്ട മിനി ഡീസൽ ടാങ്കർ മറിഞ്ഞത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ കൊണ്ടുപോയ ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ വലിയ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ലോറി മറിഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ ടാങ്കർ ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്നയുടൻ ടാങ്കറിൽ നിന്നും ഡീസൽ വലിയ തോതിൽ റോഡിലേക്ക് പരന്നൊഴുകി. ഇത് പ്രദേശത്ത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിച്ചു. വിവരമറിഞ്ഞ കയ്പമംഗലം പോലീസും ഫയർഫോഴ്സും ഉടനടി സ്ഥലത്തെത്തി ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു. തുടർന്ന് ഹൈവേ അധികൃതരുടെ സഹായത്തോടെ
ക്രെയിൻ എത്തിച്ചാണ് മറിഞ്ഞ ടാങ്കർ റോഡിൽ നിന്നും ഉയർത്തിയത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പസമയം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. തൃശൂർ പൊന്നൂക്കരയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പൊന്നൂക്കര സ്വദേശി വിജീഷാണ് മരിച്ചത്. പുത്തൂർ ചോച്ചേരിക്കുന്ന് ഭാഗത്തു നിന്നും പൊന്നൂക്കരയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം റോഡിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിജേഷിനെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കയ്യാങ്കളി. BJP UDF കൗൺസിലർമാർ ഏറ്റുമുട്ടി. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം അക്രമാസക്തമായി. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന കൗൺസിൽ യോഗത്തിൽ BJP UDF അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റം കൂട്ടത്തല്ലിലാണ് കലാശിച്ചത്. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. ഇതൊഴിവാക്കാൻ BJP അംഗങ്ങൾ ഹാജർ ബുക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചെന്നും ഇത് തടഞ്ഞ വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ BJP അംഗങ്ങൾ മർദ്ദിച്ചെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ ആരോപിച്ചു. സംഘർഷത്തെ തുടർന്ന് കോർപ്പറേഷൻ പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.